നമസ്കാരം. കേരള നിയമസഭയുടെ രണ്ടാമത്തെ സ്പീക്കറായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് KM സീതി സാഹിബിനെ കുറിച്ച് ഒരു പത്രസമ്മേളനത്തിൽ CH മുഹമ്മദ് കോയ വാചാലനായി. അതിനിടയിൽ ഒരു ലേഖകൻ ചോദിച്ചു, സീതി സാഹിബിൻ്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒഴിവ് ദിനമാക്കിക്കൂടെ? CHൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒഴിവ് നൽകിയല്ല, കൂടുതൽ ജോലിയെടുത്താണ് നേതാക്കളോടുള്ള ആദരവ് പ്രകടിപ്പിക്കേണ്ടത്. ഗവേഷണം നടത്തി നോക്കിയാൽ 365 ദിവസങ്ങളും അവധിയാക്കാനുള്ള ജന്മദിനങ്ങളോ ചരമദിനങ്ങളോ നമുക്കുണ്ട് എന്ന് കാണാം. ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ക്രിസ്ത്യാനികൾ പോലും അവധി ആഗ്രഹിക്കാത്ത ജൂലൈ 3 സെൻറ് തോമസ് ഡേ നിയമസഭയ്ക്ക് അവധി നൽകിയ കാര്യം കേട്ടപ്പോഴാണ് CHൻ്റെ വാക്കുകൾ ഓർത്തത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA മാർ തിന്നുന്നതും കുടിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഉദ്ധരിക്കുന്നതുമൊക്കെ ഭരണഘടനയാണെങ്കിലും ജനാധിപത്യത്തെക്കാൾ അവർക്കെല്ലാം പ്രിയം സമുദായ പ്രീണനമാണ്. വികസന കാര്യങ്ങളിലെല്ലാം കട്ടക്കലിപ്പ് കാട്ടുന്നവരും സമുദായ പ്രീണനത്തിനായി കട്ടയ്ക്ക് കെട്ടിപ്പിടിക്കും. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, നിങ്ങൾ ഈ സംസ്ഥാനത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? എന്തറിഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ സകല ദൈവങ്ങളുടെയും പുണ്യവാളന്മാരുടെയും ജയന്തിക്കും സമാധിക്കുമെല്ലാം അവധി പ്രഖ്യാപിക്കുന്നത്? ജാതി സമുദായ സുഖിപ്പിക്കലിൻ്റെ കാര്യത്തിൽ എന്തൊരു പ്രണയമാണ് നിങ്ങളെല്ലാം തമ്മിൽ. നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് ഉണ്ടാവണം എന്ന് ശഠിക്കുന്ന ഉളുപ്പ് അല്പമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് സ്വയം കണ്ണാടിയിൽ നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പ് വെള്ളിയാഴ്ചയായിരുന്നു. പ്രഖ്യാപനം വന്ന ഉടനെ മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാവരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തേക്ക് നിവേദനവുമായി ഓടി. എന്തിനായിരുന്നു? വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മുസ്ലിം സമുദായത്തിന് ബുദ്ധിമുട്ടാകും എന്നല്ലേ നിങ്ങൾ വാദിച്ചത്? ഒരുതരം തുരന്നെടുപ്പ് തന്നെ, അല്ലാതെന്താ? കമ്മീഷൻ ആ നിവേദനമെല്ലാം അപ്പാടെ എടുത്ത് കുട്ടയിലേക്ക് എറിഞ്ഞു. വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുപ്പും നടന്നു. എന്നിട്ടെന്താ, മാനം ഇടിഞ്ഞു വീണോ? ആ സമുദായത്തിലുള്ളവർ വോട്ട് ചെയ്യാതിരുന്നോ? മതസമുദായ വോട്ടുകളെ കൂട്ടിയും കുറച്ചും വേവലാതിപ്പെടുന്ന പൊതുജനങ്ങളുടെ ചെലവിൽ കഴിയുന്ന MLA മാരായ നിങ്ങൾക്കും മാത്രമാണ് ഇത്തരത്തിലുള്ള അവധിയുടെ പേരിൽ ബേജാറുള്ളത്. കഷ്ടാൽ കഷ്ടം എന്നല്ലാതെ എന്തു പറയാനാണ്? സമുദായ ആചാര്യന്മാരുടെ അണികൾ ആണികൾ എന്നും വിളിക്കാം. സമുദായ ആചാര്യന്മാരോടും നേതാക്കളോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ കണ്ടുപിടിച്ചിട്ടുള്ള കുറുക്കു വഴിയാണ് അവധിക്ക് ഇരക്കുക എന്നത്. ആചാര്യന്മാരുടെ ജയന്തിക്കും സമാധിക്കും അവരുടെ വിവാഹ വാർഷികത്തിനുമൊക്കെ അവധിയും പകുതി അവധിയും പ്രാദേശിക അവധിയും പഞ്ചായത്ത് അവധിയുമൊക്കെ ആവശ്യപ്പെടുകയും അതൊരു അവകാശമാണ് എന്ന് കരുതുകയും ചെയ്യുന്ന പുതിയ ആചാര്യ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വരികയാണ്. ഈയിടെയായി പുതിയൊരു തരം അവധിയും പൊട്ടിമുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അമ്പലങ്ങളിലെയും പള്ളികളിലെയും പെരുന്നാളും ഉത്സവവും ഉറൂസും നോക്കി നോക്കി ജാതി തിരിച്ചുള്ള വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക അവധികൾ. മാറി മാറി വരുന്ന സർക്കാരുകൾ ഓരോരോ വിഭാഗങ്ങളെ കുളിപ്പിച്ച് കിടത്താനും പുതപ്പിച്ച് കിടത്താനും വേണ്ടി ചെയ്യുന്ന ചെപ്പടി വിദ്യകളാണ് ഇത്തരം അവധി പ്രഖ്യാപനങ്ങൾ അഥവാ അവധി ആഘോഷങ്ങൾ. ഒരമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നും പള്ളിക്കെന്തിനാടോ പാറാവ്, ദൈവത്തിന് സ്വയം രക്ഷിക്കാനാവില്ലേ എന്നുമൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിമാരും ഈ നാട് ഭരിച്ചിരുന്നു എന്ന് ഈ അവധി സംരക്ഷകരെല്ലാം വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. രസകരമായ ഒരു ഉദ്ധരണിയുണ്ട്. അവധി എന്നത് എപ്പോഴും തൊഴിലാളികൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളില്ലെങ്കിലും സ്ഥാപനം പ്രവർത്തിക്കും എന്ന ഓർമ്മപ്പെടുത്തൽ. അതുപോലെ നിങ്ങളില്ലെങ്കിലും കേരളം മുന്നോട്ട് പോകും എന്ന് സമുദായ സുഖിപ്പീരുകാരായ നമ്മുടെ MLA മാരും മന്ത്രിമാരുമെല്ലാം തിരിച്ചറിയുന്നത് നല്ലതാണ്.